വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പതേ ഞങ്ങൾ എക്സാമിന് പോവാണ്. അതെ, അതുകൊണ്ട് എന്താ ഇത്ര നേരം മഴ ഉണ്ടായില്ല. ഇപ്പതേ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയപ്പോൾ മഴ പെയ്തു. എൻ്റെ ഐശ്വര്യം എന്താ ചെയ്യാ. ഓക്കെ, അപ്പതേ ഇത് ഐഷു ആണ് എൻ്റെ ഗുരു. എന്ന് വെച്ചാൽ ഇല്ല, ഐഷു ആണ് എനിക്ക് യൂട്യൂബ് ചാനൽ എടുത്തതും നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഐഷുവിന് യൂട്യൂബ് ചാനൽ ഉണ്ടോന്നു? യെസ്, ഓഫ് കോഴ്സ് ഐഷുവിന് യൂട്യൂബ് ചാനലുണ്ട്. ഐഷുവിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയൂ. അതെ, ഐശ്വര്യ വിജയൻ. അപ്പോൾ നിങ്ങൾ ഐശ്വര്യൻ്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഐശ്വര്യ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് അങ്ങനെ എല്ലാം ചെയ്യാം. ഇത് അലീന നിങ്ങൾ മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ്, നമ്മുടെ കട്ടുകാരി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് പോവാണ്. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ നോക്കി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോഴത്തെ ബസ് ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ് എടുക്കണം. വേലൂരാണ് എക്സാം സെൻറ്റർ. ട്രാൻസ്പോർട്ടിൽ കയറി തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ബസ് എടുക്കാനുണ്ട്. അതിനുശേഷം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇങ്ങനെയില്ല, ട്രാൻസ്പോർട്ടുണ്ടോ? ഞാനോ ഐഷു ഒരുമിച്ചിരിക്കുന്നു. എന്തോ ഐഷുവിനാണ് എൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അലീന ഫ്രണ്ട് സീറ്റിലാണ്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ്. ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞോളൂ. ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് കാണാം. നമ്മളിതേ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചറിയാം വരെ ഇതാണ് ശക്തൻ സ്റ്റാൻഡ്. അല്ല, കാണാത്തൊരു ഇഷ്ടംപോലെ പേരുണ്ടാവില്ലേ വേറെ സ്ഥലത്തൊക്കെ വരെ. അത് മലയാളീസൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബസ് വരും. സെൻറ്റ് ജോസഫ് അപ്പൂസ്. അപ്പോൾ ബസ് വന്നിട്ട് ഞങ്ങൾ ഓടി കയറാൻ പ്ലാനിങ്ങിലാണ്. സീറ്റ് ഇഷ്ടമുള്ള സീറ്റൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആ ചേട്ടൻ ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബസ്സിന് വെയിറ്റിംഗ് ആണ്. ബസ് വന്നിട്ട് 1 മണിക്കൂറുണ്ട് ദൂരം. 1 മണിക്കൂറുണ്ട് ഫുള്ള്. 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നല്ല മഴ പെയ്ത്. ഇപ്പം മഴയില്ല, പൊടിയുന്നുണ്ട്. ഇത്രയ്ക്ക് പറയില്ല നമ്മൾ ഇത്രയും ബുക്ക് ചെയ്യാൻ വേണം നമ്മളെ. പിന്നെന്താ, എക്സാമിന് അവിടെ എത്തിയിട്ടാണ്. അവിടെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുകയും വീഡിയോ ഒക്കെ എടുക്കാൻ ചെയ്യാട്ടാ. ഇതാണ് നമ്മുടെ അപ്പൂസ്. നമ്മുടെ അപ്പൂസ് വാ, നമ്മുടെ അപ്പൂസിൽ കയറാം. ഹലോ, എടുക്കണ്ട് മാത്രമേ കേട്ടോ. ദേ നമ്മൾ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അലീനെ ഇത്തിരി ബിസി ചെയ്തുകൊണ്ടാണ് ഞാൻ ഐശ്വര്യം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളീ നടക്കണ വഴി നൈസ് പാടവരമ്പത്ത് കൂടെ നമുക്ക് നടക്കാം. ഭയങ്കര ഹരിതാപം നിറഞ്ഞ സ്ഥലമാണ്. അല്ല, അങ്ങനെ ഒരു വാക്കുണ്ട്, ഹരിതാപരമായ സ്ഥലമാണ്. ഓക്കെ, സോറി. ഓക്കെ, എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? ഗ്രീനറി, ഫുൾ ഓഫ് ഗ്രീനറി. നല്ല രസമുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കോളേജുകൾ എത്തി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോളേജല്ല കേട്ടോ, സോറി ഗൈസ്, അത് മഠമാണ് അച്ഛന്മാരുടെ CHF. നമ്മൾ ഇപ്പോൾ ബസ് ഇറങ്ങി നടക്കുവാണ്. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ പോണ വഴിക്ക് കുറച്ചധികം നടക്കാനുണ്ട്. പോണ വഴിക്ക് നമ്മൾ മയിലിനെ കാണാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് എക്സാം വന്നപ്പോഴാണ് ഫസ്റ്റ് കണ്ടത്. കഴിഞ്ഞ എക്സാമിന് അലീന ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മയിലിനെ കണ്ടൊരു എക്സാം എഴുതി. നൈസായിരുന്നു. പക്ഷേ പിരിവിടർത്തിയപ്പോൾ ഞാൻ കണ്ടില്ല. അതിന് ശേഷമാണ് ആയിഷ കണ്ടെന്ന് പറഞ്ഞത്. അതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇതായിരുന്നു സ്ഥലം കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. നടക്കാനാണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ അവിടെ ഒരു പള്ളിയാണ് കേട്ടോ. അത് ഏതാ പള്ളി എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. പള്ളി ഏതാ പള്ളി എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എക്സാം 2 മണിക്കാണ്. നമ്മളവിടെ എത്തുമ്പോൾ മിക്കവാറും 1 മണി കഴിയും. ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മൾ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് മറച്ച് നോക്കുന്നു. നമ്മൾ ഫുൾ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മറച്ച് നോക്കണം എക്സാമിന് പറഞ്ഞാൽ. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മറച്ച് നോക്കിയിട്ട് അങ്ങനെ സത്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇഷ്യൂ നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മറച്ച് നോക്കിയിട്ട് വേഗം എക്സാമിന് കയറുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. 5 മണി വരെ എക്സാം. ഞാൻ ഫുഡ് കഴിക്കേണ്ട കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് കാണിക്കാം. എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ദേ ഇതാണ് നമ്മുടെ കോളേജല്ല, ദേ കണ്ട, ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്ടറി. അപ്പോൾ ദേ അടിപൊളിയല്ലേ, കണ്ട ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. കൊള്ളാം. എക്സാം എഴുതാനല്ല, നമുക്കെന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ കാണാൻ വരാം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ. ടൂറിസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? നല്ല നൈസ്, കൊള്ളാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ എക്സാം സെൻറ്റർ. ഇവിടെ വണ്ടിക്കൊക്കെ വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ദേ കാറിനും ഓട്ടോയ്ക്കും ഒക്കെ വരുന്നവരുണ്ട്. അപ്പോൾ ബസ്സിന് വരുന്നവരുണ്ട്. ഇവിടെയാണ് നമ്മൾ എക്സാം. നമ്മൾ ഇതിൻ്റെ മേലെയാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ. അത് നോക്കിയിട്ട് നമ്മൾ എക്സാം എഴുതാം. ഇതാണ് നമ്മൾ ഇത്രയും ദിവസം വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നേ. ഫുഡ് കഴിക്കാനല്ല, നമ്മൾ കൊണ്ടുവന്ന ഫുഡ് തന്നെ കഴിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ വേറെ എവിടേക്ക് പോയ പോലത്തെ ഫീൽ. ഇപ്പോഴേ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാം. കൊള്ളാമെന്നും ഞാൻ പറയില്ല. നമ്മൾ
മഴക്കാലത്ത് അമ്മ ഒരു കമ്പൂത്തി കയറിയില്ല. പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കഴിച്ചു. ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു പാർലറിന് കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സിനോട് കയറി എത്ര പറ്റിയോ? ആരും വിളിച്ചില്ല. ഫുഡ് രണ്ടും വട്ടം വെല്ലൊക്കെ അടിച്ചു. ആരും നമ്മളിത് എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം. അപ്പോൾ മയിലിനെ കണ്ടു. പോണ വഴിക്ക് കണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല. ഇപ്പോൾ ശരിക്കും കണ്ടു. നിങ്ങൾ കാണില്ലേ? ഇതേ കണ്ടാ? ഞാൻ അടുത്തേക്ക് പോകണേ, പറഞ്ഞു പോലെ ശരിക്കാം. ഓ നൈസ്. ഞാൻ പറഞ്ഞില്ല കണ്ട പാടവരമ്പത്ത് മയില്. നൈസ്. വാ, ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചിരാവേ. ഇല്ല, നമുക്ക് എക്സാം ഒക്കെ എഴുതായിരിക്കുമ്പോൾ ഫുൾ ഇങ്ങനെ മയിലിൻ്റെ സൗണ്ട് കേൾക്കാട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ വന്നപ്പോൾ താഴേക്കരാവോ. അതേ നമ്മൾ നടന്നു പോകണേ എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ ദേ മയിലിനെ കണ്ട് മേലെ വെച്ച് കണ്ടായിരുന്നു. ഇപ്പത്തേ പറക്കും. ഒരു മണിക്കൂർ 2 മണിക്കൂർ കണ്ട. അങ്ങനെ ദേ എക്സാം ഒക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ട് മയിലിനെ കണ്ടില്ലേ? നമ്മൾ കണ്ടു. എക്സാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി ഇവിടുന്ന് 5:05 ബസ്. ബസ് കയറി തൃശ്ശൂർ ടു ചാലക്കുടി ടു അവരവരുടെ വീടുകളിലേക്ക്. ഓക്കെ, ഇനി അടുത്ത എക്സാം. ഇത് വെള്ളം കണ്ട ഐഷ എന്താ പറഞ്ഞേ? അല്ല നമ്മള് ചോദിക്കരുത് ഗൈസ്, പറയാനൊന്നുമില്ല, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അതെ, അപ്പൊ നാളെ എക്സാം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വെച്ചേക്കാം. ജൂൺ 19 ഇന്ന്. ഇതെന്താ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പം അത് ഞാൻ കാണിച്ചുതരാം. ഐഷുവിന് വന്നപ്പോൾ വലിയ അരുവി കണ്ടപ്പോൾ ഭയങ്കര ഇത്. അപ്പം ജസ്റ്റ് കാണിച്ചുതരാം. കുട തിരിക്കോ. മഴയില്ല. നേരത്തെ മഴ ഇങ്ങനെ പൊടിഞ്ഞു വന്നായിരുന്നു. പിന്നെ ചെറിയ ചാറ്റുമഴ വെള്ളുമ്പോഴാണ് പെട്ടെന്ന് പനി വരെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് കുട നിർത്തിയായിരുന്നു. ഇപ്പോൾ കുട ചുരുക്കി ഇനി നമ്മൾ വീട്ടിൽ പോകാം. ഓക്കെ, ഇനി ബസ് കയറി ഞാൻ ഫ്രീ ആവണനുസരിച്ച് വീഡിയോ എടുക്കാവേ. കാരണം ഇനിയിപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡില്ല, ഓപ്പോസിറ്റായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ നിന്ന് കയറിപ്പോൾ. ഓക്കെ, അപ്പം ഇനി എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ എത്തിയിട്ടാണ്. ഓ യെസ് ബൈ. ഓ അതാരത്? അതാരാ? ആ ഇംഗ്ലീഷ്കാരി. അപ്പം ഇനി ചാലക്കുടിയിൽ എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞതാ. ദൈവമേ, ഒരു എക്സാം കഴിഞ്ഞപ്പിക്കും ഇവരൊക്കെ ഭയങ്കര ഇംഗ്ലീഷുകാരായിട്ടാ. ശരിയെന്നാ കുട്ടികളെ. ഞാനും ബൈ ചെയ്യலாம். ഓക്കെ ടാറ്റ. ഓക്കെ ബൈ. നമ്മളിത് ബസ് ഇറങ്ങി. ഇനി ട്രാൻസ്പോർട്ട് വെയിറ്റിംഗ് ആണ്. ബസ്സിന് സീറ്റ് ഇട്ടാവാറില്ല. ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് കടയിൽ നിന്ന് പരിപ്പട വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതെ, അപ്പം ബസ്സിന് സീറ്റ് കിട്ടിയെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബസ് കയറി പിന്നെ ഇറങ്ങുമ്പോൾ ചാലക്കുടി ചെന്നിട്ടാണ്. നല്ല ഒരു വിശുദ്ധ വിശുദ്ധിൻ്റെ ഇവിടേക്ക് വരുന്നുണ്ട്. പരിപ്പട എണ്ണ നല്ല എണ്ണയുണ്ട്. പരിപ്പട നമ്മൾ ചാലക്കുടിയിലെ ഗോകുലം എന്നുള്ള എൻ്റെ പേര് ക്രീം ബൺ മേടിച്ചിരിക്കുകയാണ്. കോക്കനട്ട് ബൺ. ക്രീം ബണ്ണല്ല, കോക്കനട്ട് ബൺ. ഇതാണ് കഴിക്കട്ടെ. നമ്മൾ നേരത്തെ ക്രീം ബണ്ണൊക്കെ കഴിച്ച് ഇപ്പോൾ അല്ലേ കോക്കനട്ട് ബൺ. കോക്കനട്ട് ബൺ കഴിച്ച് ഇപ്പോൾ ബസ്സിൽ കയറാൻ പോവാണ്. ചാലക്കുടി സ്റ്റാൻഡിലെത്തി. ചാലക്കുടി സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സമയം നമ്മളിവിടെ എത്തുമ്പോൾ ബസ് ഏടരിക്കണേ 8 മണിയാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ. അതെ, ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ.